മരുന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. പറഞ്ഞ പത്യവും ചിട്ടയും ഒന്നും തെറ്റണ്ട. ഉത്സാഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് താഴെ പോകാതെ നോക്കണം. ശരി ഡോക്ടർ. ആഹാ, ഇത് ശരിയായി അല്ലേ? അപ്പൊ ഇതിന് കുറച്ചുകൂടി കാലം ഓടുമല്ലോ എന്നെ പോലെ. അച്ഛൻ ഫുൾ കണ്ടീഷൻ അല്ലേ? നിറയെ പേഷ്യൻസും ഇഷ്ടം പോലെ കാശും. കാശൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി വേൾഡ് ടൂർ പോകാനുള്ളതാ. ഓഹോ, വയസ്സുകാലത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ആ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വയസ്സായ മക്കൾ തന്നെ നോക്കണമെന്ന് വാശി പിടിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഞങ്ങൾ ആ ടൈപ്പല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശും വേണ്ട, പ്രൊട്ടക്ഷനും വേണ്ട. മക്കളുടെ കാര്യം നോക്കുക, ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അതെങ്ങനെ ശരിയാവുക? മക്കളെ നോക്കേണ്ടത് അച്ഛന്റെ കടമയല്ലേ? പ്രായമായി എന്ന് കരുതി അതിനിളവൊന്നും വേണ്ട. ഓ, അച്ഛൻ എന്തായാലും റെസ്റ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിത് റെസ്റ്റ് എടുക്കല്ലോ. അതിന് വിരോധമൊന്നുമില്ല. നീ ഇന്ന് ഫ്രീ ആണോ? ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീ അല്ലേ? ആ, മാധവൻ നമ്പൂതിരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വന്നിരുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരിക്കും ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പഴയ പോലെ വർക്ക്ഷോപ്പ് തന്നെയാണോ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഒരു ഓർഗാനിക് കറി പൗഡറിന്റെ യൂണിറ്റ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ. വേൾഡ് ടൂറൊക്കെ ഞാൻ സഫാരി ചാനലിൽ കാണുന്നുണ്ട്. കാശൊക്കെ കുറച്ചൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടാവും. അച്ഛനല്ലേ എൻ്റെ ധൈര്യം. കാശൊന്നും ആവശ്യമില്ല അച്ഛൻ. അച്ഛൻ ഇതുപോലെ ഉഷാറായിട്ട് കൂടെ ഉണ്ടായാൽ മതി. പുകയില വേണ്ടല്ലോ അല്ലേ? പുകയില ഇല്ലാണ്ട് എന്ത് മുറുക്കാനാ? ഒന്ന് മുറുക്കിന്ന് തോന്നണമെങ്കിൽ പുകയില വേണം. ആവാം. താൻ ഇതും കൊണ്ടൊന്ന് അകത്തേക്ക് പോവുക. ആ ഡോക്ടറെ കണ്ടാ പിന്നെ അത് മതി. പോയിക്കൊള്ളുക. ഒന്ന് വേഗാവട്ടെ. കിടപ്പാണെന്ന് പറഞ്ഞിട്ട് നല്ല ഉഷാറിലാണല്ലോ തിരുമേനി. കിടപ്പാണെന്ന് പറഞ്ഞാലല്ലേ ഡോക്ടർ ഒന്നും ഇങ്ങോട്ട് എഴുന്നുള്ളൂ. ഓ, ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? ഒന്ന് കാണണം തോന്നി. എന്നാൽ ചില അസ്വസ്ഥതകളൊന്നും ഇല്ല. ഇയാൾ ദുബായിലല്ലേ? പോന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. നന്നായി. അച്ഛനൊരു കൂട്ടായല്ലോ. എന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു വിഷമം? ഇത്തിരി അജീർണുണ്ട്. ശോധനയും വളരെ കമ്മി. മൂത്രത്തിൽ ചെറുതായ ഒരു മഞ്ഞുണ്ടോ എന്നൊരു സംശയം. നോക്കട്ടെ. എന്താ? ഓ, വടക്കേ തൊടിയിൽ കീഴാർനെല്ലി ഉണ്ടാവും. കുറച്ച് തഴുതാമ്യം പറിച്ചു. തഴുതാമ വേണോ? അതെന്താ കീഴാർനെല്ലി സമ്മതിക്കില്ലേ? ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം? പേരക്കുട്ടികൾ കൽക്കത്തയിൽ നിന്ന് വന്നിരുന്നു. അവര് ബാറ്റ് കളിക്കുമ്പോ ഞാൻ ഇറങ്ങി 2 അടി അടിച്ചു. 3ാമത്തെ അടിക്ക് ഒരൊറ്റ പുടുത്താണ് ഈ ഭാഗം. ഭയങ്കര വേദന, അനക്കാൻ വയ്യ. തോന്നിയാസത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് അയ്യോ, അങ്ങനെ ഇതൊരു മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലേ? അതിന് ഈ മെക്കാനിക്ക് മതി. എന്താ ഒന്ന് നോക്കി. ഇയാൾ മതിയോ? ഇയാൾ കുറെ നാളെ എൻ്റെ കൂടെ നടന്നതല്ലേ? തിരുമേനി, ഇവിടെ അല്ലേ വേദന എന്ന് പറഞ്ഞ? ശിവനെ, ശരിയായല്ലോ. ഓ, കൊള്ളാലോ മെക്കാനിക്ക്. നന്നായി നടന്നിരുന്നുമില്ല. കോമ്പറ്റീഷൻ കാരണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഞാനിതങ്ങ് വിട്ടു. ഈ മെഷീൻസ് ഒക്കെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനാണല്ലോ അല്ലേ? പിന്നെ നല്ല ഡിമാൻഡുള്ള സമയത്തെ 24 മണിക്കൂർ ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യും. ഒരു കുഴപ്പമുണ്ടാവില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടിയാ. ഞാൻ അങ്ങനെ ഇവിടെ വരാറില്ലേ. എല്ലാം നോക്കി നടത്തുന്നത് രാമൻകുട്ടിയാ. മൂപ്പർക്ക് 2 തടിമില്ലാണ്. ഫുൾ ടൈം ശ്രദ്ധ അതില്ല. അങ്ങനെ അത് പൂട്ടേണ്ടി വന്നു. അതുകൊണ്ട് കഷ്ടത്തിലായത് ഞാനാ. 30 വർഷം ഞാനിവിടെ ജോലി ചെയ്യണ ആളാണ്. ഇവിടുത്തെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ മണടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. രാമൻകുട്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാ. നിങ്ങൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതും ഫ്രീ ആയിട്ട് എടുത്തോ. വാ. അതെ, ഇനി പാക്ക് ചെയ്യണ മെഷീനൊക്കെ അപ്പുറത്തുണ്ട്. കാണിച്ചു തരാം. ഇതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ട് 5-6 കൊല്ലമായുള്ളൂ. നന്നായി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓ, അതെ, ഈ പൊടിമില്ല് നടത്തി പൊടിയടിക്കാനാണോ ദുബായിൽ നിന്ന് ഇവിടെ വരെ വന്നത്? ഇതിലും ഭേദം എൻ്റെ ഊബറാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല ലോറൻസേ. നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഗതി മാറും. മൊത്തം കളർഫുൾ ആവും. എൻ്റെ മനസ്സിൽ ഇവിടുത്തെ മെഷീൻസ് ഒക്കെ ഇപ്പൊ തന്നെ ഓണായി കഴിഞ്ഞു.
ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. നാളത്തെ ഡ്യൂട്ടി കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. സമയത്ത് തന്നെ സ്ട്രെങ്ത് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തണം. മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചിരിക്കണം. അതെ, ഒന്ന് പെട്ടെന്ന് വരാമോ? ഇറ്റ്സ് ടൈം ടു ഗിവ് ദിസ് ഗിഫ്റ്റ് ടു അമ്മച്ചി. യു കാരോ. ഇത് അമ്മച്ചിക്ക് ഞങ്ങളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇറ്റാലിയൻ മസാജ് ചെയർ. വാവ്, ഗ്രേറ്റ്. ഇനി അമ്മച്ചി ഡെയിലി എക്സസൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ കസേര ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. ഫുൾ ബോഡി മസാജാ. അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ താനേ മാറും. ദാ ഇത് ഞങ്ങളുടെ വക അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാൽ മതി. പണ്ട് ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് എറണാകുളത്ത് ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സദ്യയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടി തുറക്കുമ്പോഴേ വിവരം അറിയുന്നത് വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ US മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്കിനി ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം. വാ. വാ എന്താ അമ്മച്ചി ഇങ്ങോട്ടിരുന്നാട്ടെ. നീ കഴിക്കുന്നു? ഞാൻ എടുത്തോളാം. ഒരു പ്ലേറ്റിങ്. ഹലോ, സൈലന്റ് ലാൻഡ് അറിഞ്ഞില്ല. എപ്പോ? അയ്യോ, ഓ ഞങ്ങളിപ്പോ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിന്ന് പൊള്ളലേറ്റൂന്ന്. അയ്യോ, വാ നമുക്ക് വേഗം വാ. അത് അവര് മാനേജ് ചെയ്തോളൂ. നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാ. വാ നിങ്ങൾ കഴിക്കേ. സോറി. ആ ലോറൻസിന്റെ ഭാര്യയെ വെറുതെ പൊള്ളിച്ചു. എന്റെ ഗിഫ്റ്റ് കണ്ടപ്പോഴേ അങ്ങനത്തെ പഴയ ഫ്രോഡ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അതും കേട്ട് അവിടെ തന്നെ നിന്നാ പല പൊങ്ങച്ചങ്ങളും കേൾക്കേണ്ടി വരും. നമ്മളെന്താ ഫുഡ് കാണാതെ കിടക്കാണോ? നിന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. എടി നാവ് ഇത്തിരി കുഴപ്പമെന്നുള്ളൂ. ബോബി ആളൊരു പാവ. ഇവളുടെ ഉള്ളിലെ ഈറ്റപ്പുലി പുറത്ത് ചാടിയത് കൊണ്ട് എനിക്ക് നഷ്ടമായതേ നല്ലൊരു ക്രിസ്ത്യാനി ഫീസ്റ്റാണ്. അതിനേക്കാളും ഫ്രഷ് ആയത്, നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല പിന്നെ ആസ് യൂഷ്വൽ അമ്മയും മോളും ഒന്നിച്ചു, ഞാൻ പുറത്തു. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനല്ല സാറേ. അവിടെ. അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം, പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഉപയോഗിച്ച് ഒറിജിനലാണെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രവാസി തന്നെ പ്രിഫർ ചെയ്യുന്നത്. സാറേ, ആ ഇത് തന്നെ. ഇതാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയുന്നു. സാറ് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. പ്രവാസി മസാല കഴിഞ്ഞിട്ടുള്ള പൊടിയേ ഉള്ളൂ. ആണോ? താങ്ക് യു. ഓക്കെ. മാനേജർ അവിടെ ഉണ്ടേ. സോറി, ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം സാർ. സോറി സോറി. ബ്ലഡി സ്ട്രേഞ്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് മന്ത് ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവച്ചിരുന്നു. അതിന്റെ പേയ്മെന്റ് കിട്ടിയിരുന്നെങ്കിൽ. ഏതായിരുന്നു പ്രോഡക്റ്റ്? സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ നന്ദൻ, പ്രവാസി കറി പൗഡറിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മാസമായിട്ട് ഇന്നാണ് ഒരു പീസ് വിറ്റുപോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നല്ല അഭിപ്രായമാണല്ലോ. അതിന് ആദ്യം ആരെങ്കിലും അത് മേടിക്കണ്ടേ? അതിന് നല്ല പബ്ലിസിറ്റി വേണം. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? ബാക്കി പല സാധനത്തിലും മായമല്ലേ. മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടി, മുളക് പൊടിയിൽ ഇഷ്ടിയപ്പൊടി. ഇത് സാധനം ഓർഗാനിക്കാ. അതിന് ഞങ്ങൾക്ക് ഓർഗാനിക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. താനകത്ത് ഇഷ്ടിയപ്പൊടിയോ അറക്കപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്തോ. പക്ഷെ ആൾക്കാർ വാങ്ങണം. സാധനം വിറ്റുകൊണ്ട് പൈസ തരാൻ പറ്റില്ല. ദേ, ഇന്നത്തെ എൻ്റെ മാർക്കറ്റിംഗ് പ്രൂഫ്. പിന്നെ നമ്മുടെ വണ്ടി കയറുന്ന പാസഞ്ചേഴ്സിനോട് നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യും. അതെങ്ങനെ? ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു തുടങ്ങും. പറഞ്ഞു തരുന്ന പ്രവാസി കറി പൗഡറിൽ വന്ന് നിൽക്കും. കടല് പോലെ കിടക്കുന്ന മാർക്കറ്റാണ് ലോറൻസേ. അതിനിടയ്ക്ക് തൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഒന്നും ഏശില്ല. താൻ എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ മാൻ. ലെറ്റ് ദി അണ്ണാറക്കണ്ണൻ ഡു ഹിസ് റോൾ. അണ്ണാറക്കണ്ണനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല ലോറൻസേ. ഓ, പ്ലീസ് ഹാവ് ഇറ്റ്.
നന്ദ മാത്രം ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ശരിയല്ല കേട്ടോ, സ്പെഷ്യലി വെൻ വി സിറ്റ് ഫോർ എ ഡ്രിങ്ക്. നല്ല ഒന്നാം തരം വൈൻ ഉണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട, ഇത് മതി. ഓക്കെ. നല്ല പബ്ലിസിറ്റി കൊടുക്കണമെന്നാണ് ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പറയുന്നത്. പബ്ലിക്കിന് വിശ്വാസമുള്ള ആരെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വിൽ വർക്ക്. എക്സാക്ട്ലി, ലൈക്ക് സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ്. സിനിമാക്കാരെ വെച്ച് പബ്ലിസിറ്റി ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ ഇല്ല ലോറൻസേ. നമ്മുടെ ഈ സിനിമയിലെ ശ്രീനിവാസിനെ ഓർഗാനിക് ഫുഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? റൈറ്റ്, ആ വഴിക്കൊന്ന് മുട്ടി നോക്കിയാലോ? അതൊന്നും നോക്കാവുന്നതാണ്. മാത്രമല്ല, പണ്ട് അജ്മാനിലെ പ്രവാസി അസോസിയേഷൻ മൂപ്പര് വന്നപ്പോ പൊന്നാട എണീച്ച് ഞാനായിരുന്നു. അത് മൂപ്പര് മറന്നു കാണാൻ വഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്ദകുമാർ, ഗൾഫിലായിരുന്നു. സാറിന് എന്നെ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് സാറ് അജ്മാനിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സാറിനെ പൊന്നാടി അണിയിച്ച് ഞാനായിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നോ? ഓ, 10 വർഷം മുമ്പ് പൊന്നാടി അണിയിച്ച ഒരാളെ ഞാൻ മറക്കുക? ഇന്ന് രാവിലെ 9:30 വരെ ഞാൻ നിങ്ങളെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഗൾഫൊക്കെ വിട്ടു. നാട്ടിൽ ചെറിയൊരു സംരംഭം, ഇങ്ങനെ ഈ ഓർഗാനിക് കറി പൗഡറിൻ്റെ ഒക്കെ. സാർ അതിൻ്റെയൊക്കെ ഒരാളാണല്ലോ. ഞാൻ ഒന്നിൻ്റെ ഒരാളുമല്ല. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് സാർ എൻ്റെ ഉദ്ദേശവും. ഇതാ കണ്ടോ, 100% ഓർഗാനിക്കാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ നാസയുടെ ലാബറട്ടറി കൊണ്ട് പരിശോധിക്കാം. എവിടെ? അമേരിക്കയിൽ നാസയുടെ ലാബിൽ. എന്നാൽ നന്നിട്ടൊരു കാര്യം ചെയ്യും, ഈ മസാലപ്പൊടി നാസയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ടുപോവാ. അല്ല, അത്രയ്ക്ക് ഓതന്റിക്കാന്ന് പറയായിരുന്നു സാർ. പ്രവാസി മസാലപ്പൊടിക്ക് പറ്റിയ പേര്. മിഥുനത്തിലെ ദാഷായണി ബിസ്ക്കറ്റിനൊക്കെ ബെറ്റർ അല്ലേ സാർ? സാറേ, ഞാൻ ഈ പ്രവാസി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പ്രവാസി നന്ദൻ എന്നൊരു ഇരട്ട പേര് കൂടി ഉണ്ട്. അല്ല, ഈ പേരിന്റെ പേരിൽ അതും കൂടി ഉണ്ടെന്ന് പറയായിരുന്നു. സാർ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല, എഴുത്തെടുക്കട്ടെ. നീയാണോ ഈ ഫോട്ടോ എടുത്തേ? അന്ന് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ ചിരിയിൽ എന്തോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ എനിക്കും തോന്നിയത്. പക്ഷേ നിന്റെ ഉണ്ടാക്കി പറയുന്ന സ്വഭാവം വെച്ച് ഒന്നും കൂടി നോക്കുമ്പോ ഇതൊരു സാധാ ചിരിയാ. എടാ, ഈ പെൺപിള്ളേർക്ക് ക്യാൻഡിഡായി ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ ജന്മനാ ഒരു കഴിവുണ്ട്. അല്ല, ഞാൻ എൻ്റെ ചാരന്മാരെ വെച്ച് അവളുടെ ഗ്രൂപ്പിൽ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് രോഹിത് നല്ല വിറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ പിന്നെ കാര്യം. എന്നിട്ടും അവൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, കട്ട്. മതി, എനിക്കിതിലൊരു സിസ്റ്റർ സപ്പോർട്ട് ആവശ്യമില്ല. ഞങ്ങൾ ഒളിച്ചോടിക്കോളാം. അയ്യോ, ഒളിച്ചോടാ, അത് പോടാ. നിന്നെ പിന്നെ വീട്ടിൽ കയറ്റത്തില്ല. അതൊരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ ശരിയായിക്കോളും. അച്ഛനും കൂടി കേൾക്കാൻ പറ്റുന്ന കോമഡിയാണോ? ഈ മാരേജിനുള്ള ലീഗൽ പ്രായം ഈയിടെ കുറച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആർക്കാ, നിനക്കാണോ ഇവനാണോ? ചേച്ചി ആരോ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛാ, അതാ ഓടിപ്പോകുന്നൊക്കെയാ പറയുന്നത്. അയ്യ, ഈ ചാടി കയറി പറയുന്നതിനൊരു തെളിവാണോ? കക്ഷി നീ തന്നെ. അതാണ്. ആദ്യം എൻട്രൻസ് ചെയ്തെടുക്കാൻ നോക്കണം. ചെറിയ തോതിൽ ഇവളൊരു അനുഭവം കാണിച്ചു തുടങ്ങിയാൽ മതി, ബാക്കി ഞാൻ അതിൽ പിടിച്ച് കയറും. അത് മനസ്സിലായിട്ട് തന്നെ അവൾ ഇപ്പോഴും പരിധിക്ക് പുറത്ത് തന്നെ നിൽക്കുന്നത്. അതെ, ഒന്ന് നോക്കി. ഞാനൊരു ബോറനല്ല. അല്ല, ഞാൻ വേറൊരു ബോറനല്ലാന്ന്. എൻ്റെ അച്ഛൻ ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീലാണ്. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലെങ്കിലും BEd കഴിഞ്ഞതാണ്. ഒരേ ഒരു ചേച്ചി 2 കൊല്ലം കഴിഞ്ഞ അവള് ഡോക്ടറാണ്. ഇതൊക്കെ ഇതിന് എന്നോട് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇങ്ങനെയാണെന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി എന്നായതുകൊണ്ട് എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് ബോറനാവാൻ പറ്റില്ല. സത്യം, ഇറ്റ്സ് എ ഫാക്ട്. സിസ്റ്റർ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുമോ പ്ലീസ് സിസ്റ്റർ? കുറച്ച് അല്ല, അപ്പുറത്തെ മാറി. കോച്ചിങ് സെൻറ്ററിൽ വെച്ച് സംസാരിക്കാൻ നിന്ന അപർണയുടെ അങ്കിളുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. പിന്നെ +2 കഴിഞ്ഞ് 3 കൊല്ലമായതുകൊണ്ട് സ്കൂളും സേഫല്ല. ഏത് നിമിഷം വേണമെങ്കിലും പൊക്കാം. മാത്രമല്ല, ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. ഓ, നീ സ്കൂളിലാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതേ പൊക്കി. അല്ല സാർ, ഞാൻ ഇതുവഴി പോയപ്പോ ചുമ്മാ കയറി, അത്ര. സ്ഥലം ഗേൾസ് എല്ലാം ചെല്ലും. വേഗം സ്പീഡപ്പ്.
അപർണ ഇൻസ്റ്റയിലൊന്ന് ആഡ് ചെയ്യാവോ? ആലോചിക്കാം. ആ മതി മതി മതി. ദാ ഇറങ്ങായി. പുല്ല് പറിച്ചാൽ മതി, കൂർക്കയുടെ കടയൊന്നും കളയണ്ട. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലേ? തന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നാസയുടെ ലാബിലൊന്നും പോയി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട, തൻ്റെ മഞ്ഞപ്പൊടി മുളകൊടി ഗംഭീരമാണ്, ശരിക്കും വീട്ടിലുണ്ടാക്കിയതുപോലെ. എൻ്റെ ഭാര്യ വിമലക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓ, സാറിന്റെ നാവിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാൽ ഈശ്വരാനുഗ്രഹം സാറേ. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തൻ്റെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ്. ഒരു തരി പോലും മായം ചേർക്കാത്ത മസാലപ്പൊടി, അങ്ങനെ എനിക്ക് തോന്നിയത്. ഓ സാറേ, സാർ ഇപ്പൊ പറഞ്ഞതാ ഇതിൽ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യയ്ക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സന്തോഷമാവും, അതുകൊണ്ടാണ്. അത് വേണം. പ്ലീസ് പ്ലീസ് സാർ, പ്ലീസ് പ്ലീസ്. വർഷങ്ങളായി ഭക്ഷണത്തിന് പകരം വിഷം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷം ഇറക്കുമതി ചെയ്ത് അവർ നമ്മളെ തീറ്റുകയാണ്. ഇവിടെയാണ് നന്ദൻ്റെ പ്രവാസി മസാലപ്പൊടിയുടെ പ്രസക്തി. ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ സത്യസന്ധത നിലനിർത്താൻ പ്രവാസിയുടെ പ്രവർത്തകർക്കെന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രേറ്റ്. ഇതാണ് പരസ്യം. ഇത് പക്ഷേ ഇങ്ങനെ നിന്റെ ഫോണിനകത്ത് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല, നാട്ടുകാർ കാണണം. ശ്രീനിവാസനെ പോലെ ഒരാൾ ഇത്ര സിൻസിയറായിട്ട് പറയുമ്പോൾ ജനങ്ങളതും അവർ പ്രവാസി കറി പൗഡർ ചോദിച്ചു വരും. അത് കറക്റ്റാ. അങ്ങനെ ചെയ്താൽ മൊത്തത്തിലൊരു ഓളുണ്ടാവും. അല്ല, ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നു? ലീവ് ഇറ്റ് ടു മീ മാൻ. ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വൈറലാക്കാം, അത് ഞാൻ ഏറ്റു. ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ എൻക്വയറിയാ. 30 ഔട്ട്ലെറ്റ് ഉണ്ട് അവർക്ക്. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് എൻ്റെ പർച്ചേസ് മാനേജർ. ഒരു ദിവസം ഒരു ഔട്ട്ലെറ്റിൽ 5 പീസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഡെയിലി 150 പീസാ. ആ പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ജനങ്ങളിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ കഥ മാറി മോളെ. കഥ മാറട്ടെ. പ്രവാസി നന്ദൻ വലിയ വ്യവസായി ആകട്ടെ. അസല് പേരയ്ക്ക. മോൾക്ക് കൊടുത്തോ? മോക്ക് കൊടുത്തോളാം. അപ്പോ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചാണ് പട്ടിയെ കളിപ്പിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ലേ ഇത്? അപ്പോഴേക്ക് മാറ്റാലോ. പഴം കടിക്കണോ? മാറ്റ്. ഈ പണ്ടാരത്തിന് വീട്ടിനകത്തിട്ട് കളിപ്പിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. ഇത് നമ്മളെ പോലെ ഒരു ജീവിയല്ലേ അച്ഛാ? നമ്മളെ പോലെയോ? എടി, അതൊരു പട്ടിക്കുട്ടിയാണ്. അതിനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് കൂടുണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ തന്നെ അത് ആ സോഫയിൽ കയറി കിടന്നിട്ട് അത് മൊത്തം അതിന്റെ രോമവും ഒരു വൃത്തികെട്ട നാറ്റവും. മോളു അതിനെ പുറത്താ കൂട്ടി കൊണ്ടാക്ക്. എന്നിട്ട് കൈയും കാലൊക്കെ സോപ്പിട്ട് നന്നായിട്ട് കഴുക. ചെല്ല് 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 ചെല്ല്. ആ എടുപ്പാ ചെല്ല്. ഗുഡ് 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 ഗേൾ, ഗുഡ് ഗേൾ. പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താ അങ്ങോട്ട്? ഞാൻ എന്റെ മുറി കൊണ്ടേ കളിപ്പിച്ചോളാം. അപ്പൊ ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ട്? കൊള്ളാക്കടെ എന്നെ കൂട്ടില്. അപ്പു അതിനെ കൊണ്ട് കൂട്ടിലാക്ക്. അച്ഛൻ പറയുന്നത് കേക്ക്. ആ സേതു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരസ്യം? പരസ്യത്തിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. പരസ്യത്തിന് വേണ്ടി ചെയ്തതൊന്നുമല്ലത്. വൈറലായിക്കോട്ടെ, എനിക്കതൊന്നും പ്രശ്നമല്ല. സേതൊരു കാര്യം ചെയ്യ്, അതെൻ്റെ വാട്സപ്പിലോട്ട് നയക്ക്. ശ്രീനിവാസന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരു അനക്കമൊക്കെ വെച്ചിട്ടുണ്ട്. വരട്ടെ വരട്ടെ, അനക്കം വരട്ടെ. പ്രൊഡക്ഷനൊക്കെ ഇത്തിരി കൂടി കൂട്ടണം. ദൈവമേ, ശ്രീനിവാസൻ സാറോ? സാറേ, സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നാവെടുത്തേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. ഓ, ഞാൻ ടോട്ടൽ ഫ്രീയാ. ഓ ഓ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയാലി പുഞ്ചിരിച്ച ദിവ്യയാ. വെറുതെ ഒന്ന് കാണാനല്ലേ അങ്ങനെ വിളിപ്പിച്ചത്, അല്ലാതെ സിനിമയിൽ അഭിനയിപ്പിക്കാനൊന്നും അല്ലല്ലോ. ആർക്കറിയാം, ഉച്ച തിരിഞ്ഞ് വീട്ടിലേക്കൊന്ന് ചെല്ലുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും മൂപ്പർക്ക് എന്നോടൊരു അടുപ്പം ഫീൽ ചെയ്തിട്ടുണ്ട്. ആ വലിയ വലിയ സുഹൃത്ത് ബന്ധങ്ങളെ കൂടുതലെടുക്കുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു സെലിബ്രിറ്റിയാ ശ്രീനിവാസൻ. എങ്കിൽ നീയും വാ. നീ മാത്രമാക്കണ്ട, മോളെയും കൂടി കൂട്ടിക്കോ. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടാവില്ല.
നന്ദേട്ടൻ പോയിട്ട് വാ. എടി നീ സ്ക്രീനിൽ കാണുന്ന ആളെയല്ല ശ്രീനിവാസൻ. ഭയങ്കര ഫ്രണ്ട്ലിയാ. നീ വേറെ റെഡിയാവും. ഇതൊക്കെ എന്തിനാച്ചാ ഈ ചെടിയും വള്ളിയൊക്കെ? ജൈവ കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ചില സാധനങ്ങൾ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. വണ്ടി നന്ദേട്ടൻ ഓടിച്ചു. വേണ്ട നീ ഓടിച്ചാൽ മതി. കണ്ടില്ലേ മോളെ അച്ഛൻ്റെ ഈഗോ. എന്റെ വീട്ടുകാർ തന്ന കാറായതുകൊണ്ടാ ഈ ദുരഭിമാനം. അച്ഛൻ്റെ ഇവിടുത്തെ ലൈസൻസ് എക്സ്പയറി ആയി. പിന്നെ ദുബായ് ലൈസൻസ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആ RT ഓഫീസിന് അവിടെ പോയിട്ട് കാത്തു കെട്ടി കിടക്കണം. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ നമ്മക്ക് എന്തൊന്നും ഈഗോ. നീ നോക്കി കാപ്പു, സ്വന്തമായി വേറെ കാറ് വാങ്ങുന്നത് വരെ അച്ഛൻ ലൈസൻസ് പുതുക്കില്ല. നീ വണ്ടി എടുക്ക്. നമസ്കാരം സാർ. ആ, അധികം വൈകാതെ തനിക്കൊരു വക്കീൽ നോട്ടീസ് വരും. അത് പറയാനാണ് വിളിച്ചത്. അയ്യോ, എന്തിനാണ് സാർ? പേഴ്സണലായിട്ട് ഞാൻ തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് തന്റെ മസാലപ്പൊടിയുടെ പരസ്യം ചെയ്യാൻ ആരോട് തനിക്ക് അനുവാദം തന്നത്? അയ്യോ സാർ, പരസ്യമായിട്ടൊന്നുമില്ല. എന്റെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കോടതി പറഞ്ഞാൽ മതി. തന്റെ പേരിൽ ഞാൻ ചീറ്റിംഗ് കേസാണ് കൊടുക്കാൻ പോകുന്നത്. IPC 420 പ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. അതിൻ്റെ കൂടെ സൈബർ ക്രൈം കൂടി ചേരുമ്പോൾ 2 വർഷം വേറെയും കിട്ടും. അപ്പോൾ പിന്നെ തൻ്റെ മസാലപ്പൊടി ജയിലിൽ വെച്ചുണ്ടാക്കാം. സോറി സാർ, ഞാനിത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. അറിയാതെ പറ്റിപ്പോയതാണ്, സോറി. എന്റെ ഭാര്യയും മോളുമാണ് സാർ. സാറിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടെ കൂട്ടിയതാ. ഇത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം. പണ്ട് ഞങ്ങൾ അജ്മാനിലെ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിന്റെ പേരിൽ തമാശകൊന്നും തട്ടിക്കറിയതാ. ഓ, ഞാൻ പേടിച്ചു പോയി. ഹലോ 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 ലോറൻസ്, ലൈൻ കട്ടായി. അല്ല, ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് പാടില്ല. അതൊരിക്കലും ഉണ്ടാവില്ല സാർ. മായം ചേർത്തൊരു സാധനം പ്രവാസിന്ന് പുറത്തേക്ക് പോവില്ല. അത് മതി. സർ, ഞങ്ങൾക്കൊരു സെൽഫി. പിന്നെന്താ, സെൽഫി എടുത്ത് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോയാൽ മതി. കുറച്ച് കുരുമുളകിന്റെ തൈയാണ്. ആ, നന്ദനെന്താ ഈ ഫാമിലിയിലല്ലേ? കഴിഞ്ഞോ? ഇപ്പൊ കഴിയുവേ. കഴിഞ്ഞോ? ഗുഡ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വെൽക്കം. പോര്. ദുബായിലെ ജോലി പോയല്ലേ? പോയതല്ല, കളഞ്ഞതാ. ഓ, കുക്കിക്ക് വാക്സിൻ എടുത്തോ അമ്മേ? അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താ കാർ എടുത്തില്ലേ? ആ കാരവൻ എടുക്കില്ലല്ലോ. ശ്ശേ. കുക്കി എവിടെ? എവിടെ പോയത്? അച്ഛൻ അതിനെ കൊണ്ട് കളഞ്ഞോ? ഇതിലുണ്ടായിരുന്നേ. പിന്നെ എവിടെ പോയി? ഓ, ആ ജംഗ്ഷനിൽ ഒരു കാറുകാരന് വഴി പറഞ്ഞു കൊടുക്കാൻ നിർത്തിയിരുന്നു. അപ്പ ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ പിടിച്ചോണ്ടിരാം. കണ്ണുരുട്ടണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം. നീ പോയി ഡ്രസ് മാറും, അത് പോവൊന്നുമില്ല. ഹലോ, പോലീസല്ലേ? അപ്പു ഒന്ന് എന്തെങ്കിലും കഴിക്കേ. ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുക്കിയെ തിരിച്ചു കിട്ടുമോ? അച്ഛനൊരു ശ്രദ്ധ കുറവ് പറ്റി. ഐ എം സോറി. ഒരു പട്ടിക്കുഞ്ഞല്ലേ, അതിനേക്കാൾ നല്ല ഒരെണ്ണത്തിന് നമുക്ക് വേറെ വാങ്ങാം. എന്നെയാണ് കാണാതായതെങ്കിൽ അച്ഛൻ വേറൊരെണ്ണത്തിന് വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുവോ? നിന്നെ പോലെയാണോ പട്ടിക്കുഞ്ഞ്?
അച്ഛന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് കുക്കി. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അച്ഛൻ അറിയാതെ പറ്റിയതല്ലേ മോളെ. അറിഞ്ഞോണ്ട് തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ അതിനെ എവിടെ കൊണ്ട് കളയുന്ന. ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതങ്ങ് ചെയ്തു. ദൈവമേ, ഏത് നേരത്താണാവോ അതിനെ കുത്തിവെക്കാൻ കൊണ്ടുപോകാൻ തോന്നിയത്. എൻ്റെ ജോലി ആകെ ഒരു 2 മിനിറ്റാണ് ആ സ്കൂട്ടറിൽ നിന്ന് നിർത്തി കാറുകാരനുമായിട്ട് സംസാരിച്ചത്. അതിനിടയിൽ ചാടി പോകുന്ന ആരെല്ലാം വിചാരിച്ചോ? എന്തിനാ സ്കൂട്ടർ കൊണ്ടുപോയേ? കാറുണ്ടായിരുന്നില്ലേ ഇവിടെ? അതെടുക്കില്ല. ഈഗോ. അമ്മയുടെ സ്വത്തല്ലേ. നിർത്തേ. കുറെ നേരമായി തുടങ്ങിയിട്ട് മനുഷ്യൻ ഇവിടെ 100,000 കൂട്ടം കാര്യങ്ങളായിട്ട് ഓടി കിടക്കുമ്പോഴാണ് അവളുടെ ഒരു പട്ടിപ്രേമം. എനിക്കതിന് ഇഷ്ടമല്ല. വൃത്തികെട്ട ജന്തു. ഞാൻ തന്നെ അതിനെ കൊണ്ടുപോയി കളഞ്ഞത്. അതങ്ങ് സമ്മതിച്ചാ മതി. ആ സമ്മതിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അപ്പോഴേ 2 പേരും കൂടി ഞാൻ കടിച്ചു കീറുന്നത്. ഇനി ഞാൻ പറയുന്നില്ല. കാര്യം എന്താന്ന് പറ ജൂലി. നിനക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എനിക്കിന്ന് PSCയുടെ മെമ്മോ കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്യാൻ. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. എവിടെയാ പോസ്റ്റിംഗ്? വയനാട് കളക്ടറേറ്റിൽ. പക്ഷെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടി കൂടുന്ന അച്ഛനെ മോളെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അല്ല, അതിപ്പോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കതിനുള്ള യോഗ ഇല്ലാന്ന് വിചാരിച്ചോളാം. ജോലി, ഞാൻ മോളോട് വഴക്കിട്ടതൊക്കെ നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്തും നീ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പോൾ കിട്ടിയ അപ്പോയിൻമെൻറ്റേ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോൾ ഉള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്. നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകമായിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. നിന്റെ അഭിമാനമാണ്. ജോലി സ്ഥലം കുറച്ച് ദൂരെയാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഈ ജോലി കളയാൻ ഞാൻ സമ്മതിക്കില്ല. മധുര സൂപ്പർ മാർക്കറ്റ് സ്റ്റാൻഡിനടുത്ത് വൈക്കം തലയോടപ്പുറമ്പ് ഏറ്റുമാനൂർ കോട്ടയം കുമളി കമ്പംപെട്ട് ഉസ്രാപ്പറ്റ വഴി പോകുന്ന മധുര ബസ് സ്റ്റാൻഡിനടുത്ത്. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ലേറ്റായിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ. മോക്ക് എക്സാം ആയതുകൊണ്ടല്ലേ. സേവറെങ്കിലും ആൻറ്റി ഞാൻ ചെല്ലുമ്പോഴേക്കും ബസ് സ്റ്റേഷനുണ്ടാവും. ഒരു പേടിയും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, സമൃദ്ധമായി ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. അമ്മേനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ എടുക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും സമയമില്ലപ്പോൾ. അങ്ങനെ ഓഫീസ് ടൈമൊന്നുമില്ല. ചിലപ്പോൾ സന്ധ്യയാകും തിരിച്ചു പോകാൻ. അപ്പൊ വയനാട് പ്രകൃതി രമണീയാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി രമണി. ഇവിടെ വന്നിട്ട് ആകാശം പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ബോംബിന്റെ കൂടെ വെക്കുന്ന ആ ക്ലോക്കില്ലേ, അതേപോലെ സമയം പറക്കുന്നത്. എൻ്റെ അമ്മോ, സർക്കാർ ഓഫീസിന്റെ ഒരഴപ്പും ഇവിടെ നടക്കത്തില്ല. എൻജോയ് യുവർ ഡ്രീം അമ്മ. പ്രേയർ കഴിഞ്ഞ് ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്യാ? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് കഴിക്കാൻ നിൽക്കില്ല. മാഡം, പക്ഷെ നസ്രാണി ഫുഡിനോട് വിരോധമൊന്നും ഉണ്ടാവില്ല. നീ അമ്മച്ചിയോട് പറഞ്ഞ അച്ഛനും കൂടി ഉള്ളതങ്ങ് പൊതിഞ്ഞെടുത്തു. അത് അമ്മച്ചി ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ രാത്രി വിളിക്കുവോ? വിളിക്കാം. ജൂലിയറ്റ്, സർ, ഈ സാധനം ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങളാരും ഇത് ഓഫീസ് ടൈമിൽ ഉപയോഗിക്കാറില്ല. സോറി സർ. അതെ, ടെക്സ്റ്റ് ചെയ്താൽ മതി. കോൾ ചെയ്താലേ അങ്ങനെ നോട്ട് ചെയ്യുള്ളൂ. മനസ്സിലായി. ഈ പ്രയറും കുരിശുവരക്കലൊക്കെ ആയിട്ട് നിന്റെ അമ്മ വീട്ടുകാർ നിന്റെ മാമോദീസ മുക്കുവോ? 18 വയസ്സായ പിന്നെ എന്റെ ഇഷ്ടം എന്നാണല്ലോ നിങ്ങൾ തമ്മിലുള്ള കരാറ്. അപ്പൊ തീരുമാനിച്ച പോരെ ഹിന്ദു ആവണോ ക്രിസ്ത്യൻ ആവണോ എന്നൊക്കെ. അത് കറക്റ്റാ. പക്ഷെ ഇതുവരെയുള്ള എൻ്റെ ഒരു ഒബ്സർവേഷനില് ക്രിസ്ത്യൻസിന്റെ ആചാരങ്ങൾക്ക് ഇത്തിരി ക്ലാസും എലിഗൻസും ഒക്കെ ഉണ്ട്. അയ്യോ, അതിനേക്കാൾ ഐശ്വര്യമില്ലേ നമ്മുടെ ആചാരങ്ങള്. കുളിച്ച് കുറി തൊട്ട് വിളക്ക് കൊളുത്തി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ കിട്ടുന്ന ഒരു മനസമാധാനവും അനുഭൂതിയും. കൃഷ്ണ, എന്താ ഒരു ക്യാൻവാസിങ്. കുളിച്ചിട്ട് വേണ്ടേ അതിന് കുറി തൊടാൻ. ഇനി മോള് ചെന്ന് ഐശ്വര്യമായിട്ടൊരു ചായ ഉണ്ടാക്കി നോക്കട്ടെ. കൈപുണ്യം. കുളിക്കാത്ത ആള് ചായ ഉണ്ടാക്കിയ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. അച്ഛൻ തന്നെ ഉണ്ടാക്കിയാൽ മതി. മടിച്ചി. ഒരു ലോഡ് എഴുതാനും പഠിക്കാനും ഉണ്ട്. ഇതൊക്കെ എപ്പ തീരും എൻ്റെ ഈശോയെ. ഡയറി മിൽക്ക്. ചേച്ചി ഇതിന്റെ പാറ്റേൺ മാറ്റിയായിരുന്നോ? എന്തേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനാ. പുള്ളി എൻ്റെ നമ്പർ അറിയാതെ ബ്ലോക്ക് ചെയ്തു. പിന്നെ വാട്സാപ്പിൽ വിളിക്കണം. അതും ബ്ലോക്കായി. ഇൻസ്റ്റഗ്രാം? അതും. മനസ്സിലായി. മറ്റേ കുട്ടി നാണമില്ലാത്തവനെ ഒരാൾ ബ്ലോക്ക് ചെയ്താൽ പിന്നെ പുറകെ നടക്കരുത്. ഇതങ്ങനെ ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഐ ലവ് യു പറഞ്ഞു. അറിയാതെ ഐ ലവ് യു? യെസ്. നമ്പർ പറ. 9895133776. എന്താടാ ഇതൊന്ന് നിർത്തി നിർത്തി പറ. 9895133776. ഹലോ. ഹായ് അപർണ, ഞാൻ സംഗീത. മോളുടെ കട്ട ഫാൻ രോഹിതിൻ്റെ ചേച്ചിയാ. കട്ടിയല്ലേ? ഞാൻ അവനൊന്ന് ഫോൺ കൊടുക്കാം. ഓവർ ആക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഹലോ. ഓ, വീട്ടുകാരിറക്കി കളിക്കുകയാണോ? അത് ബ്ലോക്ക് ചെയ്ത ഷോക്കിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി. അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. വെറുതെ സമയം കളയണ്ട രോഹിത്ത്. ഞാൻ ലേശം ഓൾഡ് സ്കൂളാ. ഓൾഡ് സ്കൂളാ? ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാ. സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടം നോക്കി അച്ഛനും അമ്മ എനിക്ക് കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ ഐ പിക്ക് ദ ബെസ്റ്റ് ഫ്രം ദം. സിമ്പിൾ അല്ലേ? അതിലും ബെസ്റ്റ് ഞാനാണെങ്കിലോ?
അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി തോന്നണ്ടേ? ഇന്ന് മുതൽ അവരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടങ്ങിക്കഴിഞ്ഞു.